ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഒരു ചിക്കൻ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ സൂപ്പ്. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 2 കഷ്ണം ബോൺലെസ് ചിക്കനുമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ചിക്കൻ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒരു 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അതേ നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തു നിന്ന് ഇറച്ചി എടുത്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അത് നമ്മൾ വെള്ള മാത്രമായിട്ടൊരു ബൗളിലേക്ക് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ബീറ്റ് ചെയ്തും കൂടി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് അത് കോരി മാറ്റി തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഷ്രെഡ് ചെയ്തെടുത്ത് നമുക്കതിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇനി അതൊന്ന് തണുത്ത് നന്നായിട്ടൊന്ന് അത് ഷ്രെഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളേ. ഇപ്പോൾ ദേ വീണ്ടും നമ്മൾ ആ സൂപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഷ്രെഡ് ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അത് കട്ട കെട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എഗ് വൈറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് എഗ് വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എഗ് വൈറ്റ് കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. ആഡ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് അടുത്തത് നമ്മൾ എഗ് വൈറ്റ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അങ്ങനെ കുറച്ച് പോർഷൻസ് ആയിട്ട് നമ്മൾ എഗ് വൈറ്റ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയം തന്നെ നമ്മൾ ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള എഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ നമ്മുടെ ചിക്കൻ സൂപ്പ് നല്ല അടിപൊളിയായിട്ട് കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എരിവ് കുറവ് തോന്നിയത് കാരണം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറു ചൂടിലാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളേ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചിക്കനൊക്കെ വാങ്ങുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഗുണമുള്ള ഈ ഒരു ചിക്കൻ സൂപ്പ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഈ ഒരു സിമ്പിൾ സൂപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള ഈസി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.